ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മെറിഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എങ്ങനെ ബെനഫിഷ്യറിയെ നിശ്ചയിക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലും ഒരു ബെനഫിഷ്യറിയെ അല്ലെങ്കിൽ ഒരു നോമിനിയെ നമ്മൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഒരു തുക നമ്മുടെ കുടുംബത്തിൽ ലഭിക്കണമെങ്കിൽ അതിലൊരു ബെനഫിഷ്യറി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നോമിനി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ തുക അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തന്നെ അതിന് ആരെയാണ് നമ്മൾ അതിന് ബാധ്യതപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ അതിനെ നിശ്ചയിക്കുന്നത് എന്ന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആരാകണം എന്ന് എങ്ങനെ നമുക്ക് നിശ്ചയിക്കാം എന്നുള്ളതാണ് പലരുടെയും ചിന്ത. അപ്പം നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, സാധാരണ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റിന് അപ്പുറം റിസ്ക് കവറേജിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആ തുക കിട്ടാനായിട്ട് അതിന് കറക്റ്റായിട്ട് ആ തുക നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കും എന്ന് ഉറപ്പുള്ളവർക്കായിരിക്കണം നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് വയ്ക്കേണ്ടത്. യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ പോളിസി എടുക്കുമ്പോൾ അയാളുടെ വൈഫിനെ അല്ലെങ്കിൽ കുട്ടികളെ അവരെയൊക്കെയാണ് ബെനിഫിഷ്യറി ആയിട്ട് വയ്ക്കുക. ഇനി അവർ അങ്ങനെ കറക്റ്റായിട്ട് ഒരാളെ നമുക്ക്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ വൈഫിന് അത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത, അവരെ ഏറ്റവും നന്നായി സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ള ഏറ്റവും അടുത്ത നമ്മളുടെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ പാരൻറ്റിനെയോ ഒക്കെ നമുക്ക് വയ്ക്കാം. അപ്പം നമ്മളെപ്പോഴും ഒരു ബെനിഫിഷ്യറിയെ അല്ലെങ്കിൽ ഒരു നോമിനിയെ നിശ്ചയിക്കുമ്പോൾ ഏറ്റവും അടുത്ത, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ആണ് നമ്മൾ ബെനിഫിഷ്യറിയാക്കി വയ്ക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിനെ അവർ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഈ തുക അവിടെ ലഭിക്കും, അവർക്ക് കിട്ടും എന്ന്, അവർക്ക് കൊടുക്കും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ വേണം വയ്ക്കാൻ. അത് നമുക്ക് കുടുംബത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെയോ വൈഫിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ വയ്ക്കാം. അത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുവിനെ നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം ബെനിഫിഷ്യറിയെ വയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഓരോരുത്തർക്കും എന്ന രീതിയിലും കൂടെ നമ്മളത് ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം നമ്മൾ വൈഫിനെ വെച്ചു, അതുപോലെ തന്നെ നമ്മുടെ ബ്രദറിനെയോ ആരെങ്കിലും വെച്ചു, അങ്ങനെയാണെങ്കിൽ 50 വൈഫിന് 50% ബ്രദറിന് എന്ന രീതിയിലും വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ ആ തുക തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന് തന്നെ ഉപകാരപ്പെടും എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ കുടുംബത്തിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കേണ്ടതാണ്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം, നമ്മുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ജീവിത ചെലവുകളാവാം, അങ്ങനെ ഏത് കാര്യത്തിനും അത് ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു, അത് കൃത്യമായിട്ട് നടക്കും എന്ന്, അല്ലെങ്കിൽ നടത്തി കൊടുക്കും എന്ന് ഉറപ്പുള്ളവരെ വേണം നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ ബെനിഫിഷ്യറിയെ വച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരാണെന്ന് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളവർ തീർച്ചയായും അത് ചെയ്യേണ്ടതാണ്. കാരണം നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും. നമ്മളിത് ബെനിഫിഷ്യറി വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടേണ്ട തുകയ്ക്ക് അവിടെ ചിലപ്പോൾ വല്ല തർക്കങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി തീർച്ചയായും നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ അത് ചെയ്യുക. അതല്ല ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങളെ ബെനിഫിഷ്യറി ആയിട്ട് അല്ലെങ്കിൽ നോമിനിയായിട്ട് ഒരാളെ നിശ്ചയിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉറപ്പുള്ള ഒരാളെ നിങ്ങൾ നിശ്ചയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും സുരക്ഷിതമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.